Now let's discuss the chapter 5, diagnosis and cure of infant diseases. അപ്പോൾ ഇൻഫൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 0 to 1 year ഓഫ് ഏജ് ആണ് ഇൻഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഏജ് വരുന്നത്. അപ്പോൾ ഈ ഏജിൽ എന്ത് അസുഖങ്ങൾ, ചെറിയ അമ്മ എന്തെങ്കിലും ഭക്ഷണം ചെറുതായിട്ട് മാറിക്കഴിച്ചാലോ എന്താണെങ്കിലും കുട്ടികൾക്ക് അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടാനുള്ള ചാൻസ് ഉണ്ട്. അതും പെട്ടെന്ന് കൂടി അത് ഫെറ്റാലിറ്റി കണ്ടീഷനിലേക്കും പോകാനുള്ള ചാൻസാണ്. അപ്പോൾ യു ഷുഡ് ബി ഓൾവേസ് കെയർഫുൾ വാട്ട് യു ഫീഡ് ടു യുവർ infant. Okay, harmful substances or microorganisms may enter food at any stage of processing, growing, harvesting, transporting, preparing and storing both at home or industry. Consumption of such food may then cause symptoms of food poisoning. ഇവിടെ ഫുഡ് പോയ്സണിങ്ങിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യുന്നത് ഏത് സ്റ്റേജ് ഓഫ് ഫുഡ്, ഏത് സ്റ്റേജിലാണെങ്കിലും, പ്രോസസ്സിങ്ങിലോ അല്ലെങ്കിൽ ഹാർവെസ്റ്റിങ്ങിലോ ഏതെങ്കിലും സ്റ്റേജിൽ എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് പ്രോപ്പർ കുക്ക്ഡായിട്ട് അല്ലാണ്ട് കഴിക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഫുഡ് പോയ്സണിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സ്പോയിൽഡ് ഫുഡ് കഴിച്ചാലും ഫുഡ് പോയ്സണിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭക്ഷണം 3-4 മണിക്കൂറിൽ കൂടുതൽ പുറത്തിരുന്ന് കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ. അത് ഓർത്ത് വയ്ക്കാം. ദെൻ മൈനർ ഇൻഫൻറ്റ് ഡിസീസസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൈനർ ഇൻഫൻറ്റ് ഡിസീസസിൽ തന്നെ എന്താ, കോളിക് വരാം, കോമൺ കോൾഡ് വരാം, പിന്നെന്താ റാഷസ് വരാം, ബോയിൽസ് വരാം, ചെറിയ എക്സീമ വരാം, അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോളിക്കാണ്. കോളിക് എന്ന് ഉദ്ദേശിക്കുന്ന വയറുവേദനയാണ്. കോളിക് എന്ന് വെച്ചാൽ സിവിയർ സ്പാസ്മോഡിക് ആയിട്ടുള്ള, ഇങ്ങനെ ശ്വാസം പോലെ നല്ല സഹിക്കാൻ പറ്റാത്ത വയറുവേദനയാണ് നമ്മൾ കോളിക് എന്ന് പറയുന്നത്. അപ്പോൾ കോളിക്ക് വരുന്നതെന്ന് വെച്ചാൽ സിവിയർ പെയിൻ, ഫ്ലാറ്റുലൻറ്റ് ഡിസ്റ്റൻഷൻ ഓഫ് ദ ആബ്ഡമൻ വിത്തൗട്ട് ഡയറിയ. സിവിയർ പെയിനും ഉണ്ടാവും, ഡിസ്റ്റൻഷൻ എന്ന് വെച്ചാൽ വയർ വീർക്കുക. ഫ്ലാറ്റുലൻറ്റ് ഡിസ്റ്റൻഷൻ എന്ന് വെച്ചാൽ ഗ്യാസ് വന്ന് വീർക്കണം പോലെ വയറ് വീർത്തിരിക്കുക. വിത്തൗട്ട് ഡയറിയ, ഡയറിയ എന്ന് വെച്ചാൽ ലൂസ് സ്റ്റൂൾസ് ഇല്ലാതിരിക്കുക, വിത്തൗട്ട് ഫ്രീക്വൻറ്റ് ലൂസ് സ്റ്റൂൾസ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഫിറ്റ്സ് ഓഫ് ഇറിറ്റബിൾ ക്രൈങ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുക ഭയങ്കരമായിട്ട്, കൊച്ചു കാല് മുകളിലേക്ക് വലിച്ചു പിടിച്ച് നന്നായിട്ട് കരയുക, കാലിൻ്റെ തൈസ് നമ്മുടെ ബോഡിയോട് ചേർത്ത് പിടിച്ചിട്ട് വേദനയുള്ള പോലെ കരയുക, അങ്ങനെ. പിന്നെ ഗ്യാസ് ഉള്ള പോലെ വയറ് കണ്ടു കഴിഞ്ഞാൽ അതിനെ തൊട്ട് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഉള്ള പോലെ തോന്നുക. ഇങ്ങനെ കൈ ക്ലെൻച്ച്ഡ് ഫിസ്റ്റ് എന്ന് പറയും, ഇങ്ങനെ ക്ലെൻച്ച്ഡ് ഫിസ്റ്റുമായിട്ട് ടൈറ്റ്ലി കൈ പിടിക്കുക, കാല് കോൾഡ് ഫീറ്റ് വരിക, അങ്ങനെയൊക്കെ തോന്നുമ്പോൾ തന്നെ നമുക്ക് ഈ കോളിക്ക് നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം. അതിൻ്റെ കാരണങ്ങൾ എന്താ? കോളിക്ക് വരാനുള്ള കാരണം ഒന്നുമില്ലെങ്കിൽ ഇൻഡൈജഷൻ, ഭക്ഷണം കഴിച്ചത് ഡൈജസ്റ്റ് ആയത് പ്രോപ്പർ ഡൈജഷൻ സംഭവിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൊണ്ടും സംഭവിക്കാം. ഓക്കെ, ഇനി ക്യൂർ എന്താ ചെയ്യുക? ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിപ്പിക്കാം കുട്ടികളെ, അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള ഒരു ഫ്ലാസ്കോ അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള ഒരു എന്തെങ്കിലും ഒരു സാധനം നമ്മൾ തുണിയോ എന്തെങ്കിലും നമ്മൾ അബ്ഡമനിൽ അപ്ലൈ ചെയ്യാം. പിന്നെ വാം വാട്ടർ വിത്ത് സോഡിയം ബൈകാർബണേറ്റ് ഇട്ടിട്ട് വാം വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് അത് മാറുമെന്നാണ് പറയുന്നത്. ഞാൻ പരീക്ഷ നോക്കിയിട്ടില്ല. പിന്നെ അത് എന്ത് ചെയ്തിട്ടും കുറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണിക്കേണ്ട അവസ്ഥയില്ല. അല്ല ചെറിയ ചെറിയ കോളിക്കാണെങ്കിൽ മിക്കവാറും ഇൻഡൈജഷനോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനോ അങ്ങനെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വരുന്നതായിരിക്കും. അത് കുറച്ച് നേരം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പോകുന്നതായിരിക്കും. പിന്നെ എപ്പോഴും കുട്ടികളെ കറക്റ്റ് സമയത്ത് വയറ്റിൽ നിന്ന് പോവുക. രാവിലെ തന്നെ കുട്ടികളെ ടോയ്ലറ്റിൽ പറഞ്ഞു വിട്ട് ശീലിപ്പിക്കുക. അത് നമ്മൾ പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ കുട്ടികളുടെ അമ്മമാർക്കും പാരൻസിനും കൊടുക്കുക പ്രോപ്പറായിട്ട്. അത് അത്യാവശ്യമാണ്. ടോയ്ലറ്റ് ട്രെയിനിങ് ഇസ് വെരി മസ്റ്റ് ഫോർ യങ് ചിൽഡ്രൻ. 1 വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് അല്ല, പാലൊക്കെ കുടിച്ച് കഴിയുമ്പോൾ അത് ഒന്ന് വയറൊക്കെ ഒന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ ഇൻഫൻസിൻ്റെ കാര്യമാണല്ലോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വയറൊക്കെ ഒന്ന് ഞെക്കി കൊടുക്കുമ്പോഴത്തേക്ക് ടോയ്ലറ്റിൽ പൊക്കോളും, അങ്ങനെ പൊക്കോളും. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് കോളിക്ക്. നെക്സ്റ്റ് വരുന്നത് കോൺസ്റ്റിപ്പേഷനാണ്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഫെഡ് ബേബീസിന് സാധാരണ കോൺസ്റ്റിപ്പേഷൻ വരാറില്ല. കുട്ടികൾ പല കുടിക്കുന്ന കുട്ടികൾക്ക് ഇത് അങ്ങനെ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ സാധാരണ കാണാറില്ല. കാരണം വെള്ളം ധാരാളമായിട്ട് അകത്ത് ചെല്ലണം. അതേസമയം ബോട്ടിൽ ഫെഡ് ബേബീസിൽ കോൺസ്റ്റിപ്പേഷൻ ധാരാളമായിട്ട് കാണും. കാരണം അതിൽ എന്താ പറയുക, എല്ലാം നല്ല സോളിഡ് ഫുഡായിരിക്കും, പ്രോട്ടീനും ഇതൊക്കെ റിച്ച് ആയിരിക്കും. പക്ഷേ വെള്ളത്തിൻ്റെ കണ്ടൻറ്റും ധാരാളം ഉണ്ടാവില്ല എങ്കിൽ അങ്ങനെ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് അതിനുവേണ്ടി ലാക്സേറ്റീവ്സ് അങ്ങനെ ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുക. അതെ, ശരിക്കും കുട്ടികൾക്ക് അതൊന്നും കൊടുക്കാൻ പാടില്ല. അല്ലാണ്ട് തന്നെ ഭക്ഷണത്തിൽ കൂടെ തന്നെ നമ്മളത് ശരിയാക്കി എടുക്കണം. പിന്നെ
ചില സമയത്ത് കുട്ടികൾക്ക് ഈ പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സോളിഡ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, പുതിയതായിട്ട് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ, കാരണം ഇൻഫൻസിന് ആ ഒരു വയസ്സ് 8 മാസം 9 മാസമൊക്കെ ആകുമ്പോൾ തന്നെ, അല്ല 6 മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ സോളിഡ് ഫുഡ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ ചെറിയ കോൺസ്റ്റിപ്പേഷൻ ചില കുട്ടികളിൽ കാണും. ചിലപ്പോൾ ലൂസ് സ്റ്റൂളായിരിക്കും കാണും, കോൺസ്റ്റിപ്പേഷനാണ് മോസ്റ്റ് പ്രോബബ്ലി കാണും. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം കുറേയൊക്കെ മാറും. ധാരാളം ഫ്ലൂയിഡ് ഇൻക്ലൂഡ് ചെയ്താൽ മതി ഭക്ഷണത്തിൽ. പിന്നെ പ്രൂൺ ജ്യൂസ് നല്ലതാണെന്ന് പറയണേക്കാം. പ്രൂൺ ജ്യൂസ് പക്ഷെ നമ്മളിവിടെ കേരളത്തിൽ അങ്ങനെ കൊടുത്ത് കണ്ടിട്ടില്ല, കൊടുത്ത് കാണാറില്ല. പിന്നെ നമ്മൾ ഗ്രേപ്പ് ജ്യൂസ് കൊടുക്കണമാണ്. ഗ്രേപ്പ് ജ്യൂസ് കൊടുത്താലും നല്ലതാണെന്ന് പറയും. പിന്നെ എന്താ ബോട്ടിൽ ഫെഡ് ബേബീസിന് കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് പാല് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ കുറയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ധാരാളം വെള്ളം ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് കോളിക് വരും, കോൺസ്റ്റിപ്പേഷൻ വരും. നെക്സ്റ്റ് ഡയറിയ എന്ന് വെച്ചാൽ ഫ്രീക്വൻറ്റ് ലൂസ് സ്റ്റൂൾസ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ലൂസായിട്ട് വയറ്റിൽ നിന്ന് പോവുക, അതാണ് ഡയറിയ. കുഞ്ഞു കുട്ടികൾക്ക് പക്ഷേ 1 വയസ്സിന് താഴെ ഉള്ള കുട്ടികളെ 2-3 പ്രാവശ്യം പോണത് അത്ര വലിയ പ്രശ്നമല്ല. പക്ഷെ അതിലും കൂടുതലായിട്ട് പോവുകയാണ്, നമ്മൾ സാധാരണയേക്കാളും കൂടുതലായിട്ട് കുട്ടികൾ സ്റ്റൂള് പാസ് ചെയ്യുകയാണെങ്കിൽ ഡയറിയ ഷുഡ് ബി സസ്പെക്റ്റഡ്. ഈ ഡയറിയ വരാനുള്ള കാരണം എന്തായിരിക്കും? ഡയറിയ വരാൻ ഇന്ത്യയിൽ കൂടുതൽ ഇത് ഭയങ്കര കോമൺ ആണ്. പിന്നെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ, ചെറിയ ഇൻഫെക്ഷൻ വന്നാലൊക്കെ ഡയറിയ വരാം. പിന്നെ എന്തെങ്കിലും ഇൻഡൈജഷൻ വന്നാലും ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷന് പകരം ഡയറിയ വരാം. പിന്നെ എങ്ങനെയാണ് വരിക? ഫ്രീക്വൻറ്റ് വാട്ടറി ആയിരിക്കും. ഡയറിയ എന്ന് വെച്ചാൽ വാട്ടറി ഫ്രീക്വൻറ്റ് മ്യൂക്കസ് ഫിൽഡ് സ്റ്റൂൾസ് ആണ്. അങ്ങനെ വരുമ്പോൾ പാസ് ചെയ്യാം. പിന്നെ ചില സമയത്ത് ഡയറിയയുടെ കൂടെ വോമിറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് പോയ്സണിങ്ങോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സസ്പെക്ട് ചെയ്യാം. പിന്നെ ഇന്ത്യയിൽ അത് കൂടുതലായിരിക്കും. പിന്നെ യൂഷ്വലി 2 months to 1 year ഉള്ള കുട്ടികൾക്ക് ഇത് ഡയറിയ വന്നാൽ നമ്മൾ പേടിക്കണം. കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നുവെച്ചാൽ അവർ ആകെ സൈസ് എത്തിയല്ലോ ഉള്ളൂ. അതിനനുസരിച്ച് അവരുടെ ഇപ്പോൾ സ്റ്റൂൾസ് കുറച്ച് ധാരാളമായിട്ട് പോയാൽ വെള്ളം ധാരാളം അങ്ങോട്ട് പോകും, ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് റിസ്ക്കാണ് എപ്പോഴും. അപ്പം യൂഷ്വലി ബ്രസ്റ്റ് ഫെഡ് ബേബീസിലാണ് അത് കാണാറില്ല, ഇങ്ങനെ ഡയറിയ ഒന്നും. ഈ ബോട്ടിൽ ഫെഡ് ബേബീസിലും ഈ ആർട്ടിഫിഷ്യൽ ഫുഡ് ഫീഡിങ് കൊടുക്കുന്ന കുട്ടികൾക്കുമാണ് കൂടുതലായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ കാണാം. പിന്നെ അല്ലെങ്കിൽ അമ്മയ്ക്ക് എല്ലാ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അമ്മ കഴിച്ച മെഡിസിൻസിൻ്റെ എന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടും കുട്ടികൾക്ക് ഡയറിയ കാണാം. പിന്നെ യൂഷ്വലി ഈ ഇൻഫൻറ്റൽ ഡയറിയ വരുമ്പോൾ ഈ ജേംസ് എവിടെന്നെങ്കിലും ഒന്നുമില്ല ഭക്ഷണത്തിൽ കൂടെ ഉള്ളിൽ കയറും. അങ്ങനെ എന്തെങ്കിലും വഴി ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ ഡയറിയ സാധാരണ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭക്ഷണമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇൻഫെക്റ്റഡ് ആവാതിരിക്കാൻ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഒരു. അതേപോലെ 4 മണിക്കൂറൊക്കെ പുറത്ത് വെച്ച ഭക്ഷണം കൊടുക്കരുത് കുട്ടികൾക്ക്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം കൊടുക്കരുത്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം യൂഷ്വലി ഇൻറ്റസ്റ്റൈൻ ഓഫ് ദി ബേബീസ് ആർ വെരി സെൻസിറ്റീവ്. അത് കൂടുതലായിട്ട് പഞ്ചസാര ഉൾപ്പെടുത്തിയ ഭക്ഷണം കൊടുത്താലും കുട്ടികൾക്ക് പ്രശ്നമുണ്ടാകും. പിന്നെ വേറെ കുട്ടികൾക്ക് പറ്റാത്ത ഫുഡുകൾ എല്ലാം ഓരോ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇൻഫൻസിന് പ്രത്യേകിച്ച് ഒരു ഫുഡ് ഒരു സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. 2-3 ഒരു ദിവസം തന്നെ പുതിയ സാധനങ്ങൾ കൊടുക്കരുത്. ഒരെണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരാഴ്ച അത് കൊടുത്തിട്ട് ശരിയാണോ കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് നെക്സ്റ്റ് ഫുഡ് കൊടുത്ത് തുടങ്ങാൻ പാടുള്ളൂ. കാരണം ചില കുട്ടികൾക്ക് അലർജീസ് പലതും ഉണ്ടാകും. ചില കുട്ടികൾക്ക് പീനട്ട് അലർജി ഇപ്പോൾ കൂടുതലാണ്. ഫുഡ് അലർജീസ് കുട്ടികൾക്ക് ധാരാളമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഓരോ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കണം. അതും ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഡയറിയ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താ? ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ഇനി ഡയറിയ വന്നു, ഡീഹൈഡ്രേഷൻ ആയി, അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റീഹൈഡ്രേറ്റ് ചെയ്യണം ബോഡി. അതിന് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ WHO റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ചസാര, ചെറിയ തോതിൽ ഉപ്പ്, 1 ലിറ്റർ വെള്ളം, അങ്ങനെ എന്നുവെച്ചാൽ 6 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ തിളപ്പിച്ച ആറിയ വെള്ളം, ഇതെല്ലാം കൂടി കലക്കിയിട്ട് പതുക്കെ ഇടയ്ക്കിടയ്ക്കായിട്ട് കുട്ടിയെ ഫീഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കില്ല. പിന്നെ അല്ലാണ്ട് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും
ഇല്ലാതാക്കും. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കൊണ്ടാണ് അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വരിക, ഇങ്ങനെ ഡീഹൈഡ്രേഷൻ കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വരിക. പിന്നെ ഷുഗർ, വാട്ടർ ഒക്കെ അതിലുണ്ടാവും. അതിൽ സോഡിയം ക്ലോറൈഡ്, പിന്നെ പൊട്ടാസ്യം ക്ലോറൈഡ്, ട്രൈ സോഡിയം സിട്രേറ്റ്, പിന്നെ ഗ്ലൂക്കോസ്, ഈ 4 സാധനങ്ങളായിരിക്കും യൂഷ്വലി ORS സൊല്യൂഷനിൽ ഉണ്ടാവുക. അത് നമ്മൾ വെള്ളത്തിൽ കലക്കി 200 ml വാട്ടറിൽ കലക്കി അത് പതുക്കെ പതുക്കെ കുട്ടിക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യും, അല്ല എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്യൂർ ഓഫ് മൈൽഡ് ഡയറിയ, അല്ലെങ്കിൽ കട്ടിങ് ഡൗൺ ദ ഷുഗർ. കുട്ടിക്ക് കൊടുക്കുന്ന ഷുഗർ കട്ട് ഡൗൺ ചെയ്യുക, ഫാറ്റ് കുറയ്ക്കുക. ഡയറിയ ഉണ്ടെങ്കിൽ നമ്മൾ അധികം എണ്ണമയം ഉള്ളതോ ഫാറ്റി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാതിരിക്കുക. പിന്നെ കഞ്ഞിയായിട്ട് പതുക്കെ കൊടുക്കുക. സെമി സോളിഡ് ആയിട്ടുള്ള ഫുഡുകൾ ധാരാളം കൊടുക്കുമ്പോൾ പതുക്കെ വെള്ളം പോലെയുള്ള, കാരണം ഡയറി വരുമ്പോൾ പ്രത്യേകിച്ച് സംഭവിക്കുന്ന പ്രശ്നമാണ് ഡീഹൈഡ്രേഷൻ. അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ആദ്യമൊക്കെ കുട്ടികൾക്ക്, ഡയറിയുള്ള കുട്ടികൾക്ക് സ്ട്രിക്റ്റ് ഫാറ്റ് ഇല്ലാണ്ട് ഭക്ഷണം കൊടുക്കുക, പിന്നെ സ്കിംഡ് മിൽക്ക് കൊടുക്കുക, പിന്നെ ഹാഫ് ക്രീം മിൽക്ക് കൊടുക്കുക. പതുക്കെയാണ് ഫുൾ മിൽക്ക്, ക്രീമുള്ള അല്ലെങ്കിൽ ഫാറ്റുള്ള ഫുഡ് മിൽക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഭക്ഷണങ്ങൾ നോർമലാക്കാൻ പാടുള്ളൂ. പതുക്കെ ഭക്ഷണം നോർമലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വയർ കേടായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ പ്രോപ്പർ ഫങ്ഷനിങ് നടക്കാതിരിക്കുമ്പോൾ നമ്മൾ ഫാറ്റും കൂടി ഉണ്ടെങ്കിൽ ഫുഡിൽ പിന്നെയും സ്ഥിതി വഷളാവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെ കൂടുതലായിട്ട് ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുന്ന കേസൊക്കെ വരും. പക്ഷേ അതിനെ നമ്മൾ വീട്ടിൽ തന്നെ ORSO അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള ORS സൊല്യൂഷനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു അഡ്വേഴ്സ് സിറ്റുവേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കോമൺ ആയിട്ട് വരുന്ന സാധനമാണ് കോമൺ കോൾഡ്. കോമൺ കോൾഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ജലദോഷം പനിയല്ല, ചിലത് ജലദോഷം കൂടി പനിയായിട്ട് കൺവേർട്ട് ആവും. പക്ഷേ സാധാരണ ജലദോഷം യൂഷ്വലി കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ചെറിയൊരു അടുത്തുള്ളൊരു കുട്ടിക്ക്, ഇപ്പോൾ നമ്മൾ കിൻഡർഗാർട്ടനിൽ വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ നഴ്സറിയിൽ വിടുകയാണോ, 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ ചൈൽഡ് കെയറിൽ വിടുമ്പോൾ അടുത്തുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് പകരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അത് യൂഷ്വലി കോമൺ കോൾഡ് ഇസ് വൈറൽ ഇൻഫെക്ഷൻ. സാധാരണ അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്. ഒരാഴ്ചയുള്ളിൽ സാധാരണ ഒരു ചെറിയ കോൾഡ് വന്നു കഴിഞ്ഞാൽ പോകും. പക്ഷേ ചിലവർക്ക് അത് പനിയോട് കൂടി കോൾഡ് കൂടി അത് പിന്നെ അൺട്രീറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ന്യൂമോണിയ അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ എപ്പോഴും ചെറിയ കോൾഡൊക്കെ വരുമ്പോൾ തന്നെ കുട്ടികളെ ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് ചെറു ചൂടുവെള്ളമൊക്കെ കുടിപ്പിക്കുക. പിന്നെ അധികം പുറത്ത് ഇറക്കാതിരിക്കുക, വെയിലത്ത് ഇറക്കാതിരിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ സാധാരണ എങ്ങനെയാണ് കോൾഡ് വരുന്നത്? ഒരു ചെറിയ തണുത്ത കാറ്റടിച്ചാലോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വെറ്റായിട്ടുള്ള മൂത്രം ഒഴിച്ചിട്ട് നമ്മൾ നാപ്കിൻ ചേഞ്ച് ചെയ്യാണ്ട് കുറേ നേരം ഇരുന്നാലും കുട്ടികൾക്ക് ഇതേപോലെ ചെറിയ കോൾഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുറേ നേരം ഈ ഒരേ അടച്ചിട്ട മുറിയിൽ, മോയിസ്റ്റ് ആയിട്ടുള്ള മുറിയിലിരുന്നാലും വെറ്റ് ക്ലോത്ത്സ് യൂസ് ചെയ്താലും ഒക്കെ ഈ ഒരു പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം കുട്ടികളെ നോക്കുമ്പോൾ എല്ലാത്തിനും പ്രോപ്പർ കെയർ വേണം. പിന്നെ ഇതിൻ്റെ കോമൺ കോൾഡ് കോമൺ സിംറ്റംസ് എന്തൊക്കെയാണ്? റണ്ണി നോസ് ആയിരിക്കും, ഇതിങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കും, തുമ്മലുണ്ടാവും, പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വയ്ക്കും. ഒരാഴ്ച കൊണ്ട് സാധാരണ അത് മാറേണ്ടതാണ്. പിന്നെ മാറിയില്ല, പനിയോടുകൂടി വരികയാണെങ്കിൽ വി ഹാവ് ടു ഹാവ് എൻ എക്സ്പേർട്ട് ഒപ്പീനിയൻ, ഒരു ഡോക്ടറിനെ കൊണ്ടേ കാണിക്കുക അങ്ങനത്തെ കേസസിൽ. പിന്നെ വീട്ടിൽ നമുക്ക് വിറ്റമിൻ സി ധാരാളമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ വിറ്റമിൻ സി ടാബ്ലറ്റ്സ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ചെറിയ ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. അപ്പോൾ തന്നെ ആ ഒരു മൂക്കൊക്കെ ഒന്ന് തുറന്നു വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറേ വരും. പിന്നെ പൊതുവേ ആ സമയത്ത് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇത്തിരി മടിയല്ല, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ് സംഭവിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുത്തിപ്പിറക്കി കഴിപ്പിക്കാൻ ശ്രമിക്കരുത്. പതുക്കെ ആ അസുഖത്തിൻ്റെ ഇറിറ്റേഷൻസ് കുറയുമ്പോൾ കുട്ടികൾ കഴിച്ചു തുടങ്ങിക്കോളും. പിന്നെ പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പാല് കുടിക്കുമ്പോൾ അവരുടെ വിശപ്പ് മാറും. പിന്നെ നമ്മൾ വേറൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞ് കഴിപ്പിക്കേണ്ട ബുദ്ധിമുട്ടില്ല. പിന്നെ നേസൽ ഡ്രോപ്സ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനത്തെ കേസസിൽ വേണമെങ്കിൽ നേസൽ ഡ്രോപ്സ് യൂസ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ കോമൺ കോൾഡിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. നെക്സ്റ്റ് കൺവൾഷൻസ് ആണ്. കൺവൾഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾ ഇപ്പോൾ ഫെബ്രൈൽ കൺവൾഷൻസ് ആണ് കോമൺ ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ പനി, ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും പനി കൂടിക്കഴിഞ്ഞാൽ ഫിറ്റ്സ് പോലെ വരും. അതിനാണ് ഫെബ്രൈൽ കൺവൾഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പനി കൂടി ഫിറ്റ്സ് വരുന്നത് നമുക്ക് ഇപ്പോൾ പേടിയാണ്, അതുകൊണ്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. യൂഷ്വലി പനി കൂടി ഫിറ്റ്സ് വരുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്, ആ ചൂട് അങ്ങ് കുറയ്ക്കാനായിട്ട്.
അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ടതല്ല. അപ്പോൾ കുട്ടികൾ ആ സമയത്ത് അവരുടെ മസിലൊക്കെ അങ്ങോട്ട് സ്പാസ്റ്റിക് ആവും, എന്നിട്ട് ടൈറ്റ് ആവും, ബോഡിയൊക്കെ ടൈറ്റായി കണ്ണൊക്കെ മുകളിലേക്ക് മറിഞ്ഞ് വായിന്ന് ചിലപ്പോൾ പതയൊക്കെ വരാം, അങ്ങനത്തെ കേസസ് വരും. പക്ഷെ നമ്മൾ ആ സമയത്ത് കുട്ടികളെ കൈയൊക്കെ പിടിച്ച് വലിച്ച് നീട്ടാനോ അങ്ങനെ ഒന്നും ചെയ്യരുത്. ലെറ്റ് ഇറ്റ് ബി. 5 മിനിറ്റ്സിന് താഴെയാണെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ ദർ ഇസ് നോ റിസ്ക് അറ്റ് ഓൾ, പേടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ കോൺവൾഷൻസും സീസേഴ്സും വ്യത്യാസമാണ്. ഇത് എന്ന് വെച്ചാൽ ചിലപ്പോൾ ബ്രെയിൻ ഡാമേജ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൺവൾഷൻസ് വരുന്ന കേസസ് ഉണ്ട്. ഇത് അതേസമയം പനി വന്നിട്ടുള്ള കൺവൾഷൻസ് ആണ് സാധാരണ കുട്ടികളിൽ കാണുക. നമ്മൾ പ്രോപ്പർ കെയർ എടുത്തു കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അങ്ങനത്തേൽ. പിന്നെ കുട്ടികളെ ഇങ്ങനെ കൺവൾഷൻസ് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഹൈ ഫീവർ ഉണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ബോഡി സ്പഞ്ചിങ് ചെയ്തുകൊണ്ടിരിക്കുക. ചെറു ചൂടുമല്ല, ചെറിയ തണുപ്പും അല്ലാതെ ചെറു ചൂടുവെള്ളം കൊണ്ട് ബോഡിയിൽ ഇങ്ങനെ സ്പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. അപ്പോൾ ആ ബോഡി തണുക്കും, അങ്ങനെ കൺവൾഷൻസ് വരാനുള്ള ചാൻസ് കുറയും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൊതുവെ ഹൈ ടെമ്പറേച്ചറിലാണ് പോവുക എപ്പോഴും. അപ്പോൾ അത് കാരണം ശ്രദ്ധ ധാരാളം വേണം അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ വരാതിരിക്കാൻ. പിന്നെ ഇതൊക്കെയാണ് ചില കേസസിൽ മാത്രം ഈ കൺവൾഷൻസ് വല്ല ഇൻഫെക്ഷസ് ഡിസീസ്, ബ്രെയിൻ ഇൻഫെക്ഷനോ അങ്ങനത്തെ ഒരു കാരണങ്ങളുണ്ടാകും. നോർമലി ഇറ്റ് വിൽ ബി എ ഫെബ്രൈൽ ഫിറ്റ്സ്. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ ഫീവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫീവർ കട്ട് ഡൗൺ ചെയ്യാനും കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കണം. ചൂട് ഇപ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചിട്ടും ചൂട് മാറിയില്ലെങ്കിൽ ദേഹം എന്തായാലും തുടച്ചു കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ബാക്കിയൊക്കെ ഇതിൽ കൃത്യം. ഇനി ഫിറ്റ്സ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഗോ ആൻഡ് സീ എ ഡോക്ടർ, ഇറ്റ്സ് ബെറ്റർ. ക്രൂപ്പ് എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡിൻ്റെ കഫിൻ്റെ കണ്ടീഷനാണ് ക്രൂപ്പ് എന്ന് പറയാം. ഈ വോക്കൽ കോഡ്സിൻ്റെ ഇൻഫ്ലമേഷൻ കൊണ്ടുവരുന്നതും, പിന്നെ കഫിങ് ആൻഡ് ഹോസ്നെസ് സൗണ്ട് ഹോസ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് പുറത്തേക്ക് വരാതിരിക്കുക, പിന്നെ ഡിഫിക്കൽറ്റി ബ്രീതിങ് എല്ലാം കൂടുമ്പോഴാണ് നമ്മൾ ക്രൂപ്പ് എന്ന് പറയുന്നത്. യൂഷ്വലി ക്രൂപ്പ് രാത്രിയാണ് കുട്ടികൾക്ക്